നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ ഒരു കമന്റ് കണ്ടതാണ്. വളരെ തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ നല്ല വികസനമുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, കാനഡ, ന്യൂസിലൻഡ്, അമേരിക്കയിലെ പല ഭാഗങ്ങളും ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അവിടെയൊക്കെ വലിയ വികസനം നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വികസിത രാജ്യങ്ങളാണ്. എന്നാൽ ചൂടുള്ള രാജ്യങ്ങളെല്ലാം പട്ടിണിയിലാണ്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. ആഫ്രിക്ക അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളും, ഇങ്ങനെ കുറേ അധികം പ്രദേശങ്ങൾ. കാലാവസ്ഥ അനുസരിച്ചിട്ടുള്ള മാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തണുപ്പുള്ള രാജ്യങ്ങൾ റഷ്യ ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും കാനഡ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ന്യൂസിലൻഡ് ആണെങ്കിലും ചൈനയാണെങ്കിൽ പോലും അത്യാവശ്യം തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് അടയാളപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ കുറേ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇതുപോലെയുള്ള ചൂടുള്ള രാജ്യങ്ങളിലെല്ലാം വലിയ വികസനം നമുക്ക് കാണാനും സാധിക്കില്ല. അപ്പോൾ ഇതിൽ എന്തോ കാര്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്, ചൈനയിലാണെങ്കിലും മരുഭൂമിയായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്, ചൂടുള്ള സ്ഥലങ്ങളുമുണ്ട്, മഞ്ഞ് പെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട്. അതുപോലെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ചൂടുള്ള രാജ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മരുഭൂമി തന്നെയാണ്. ഓസ്ട്രേലിയയിലെ മുഴുവൻ ആളുകളും ജീവിക്കുന്നത് അതിൻ്റെ കടൽ തീര പ്രദേശങ്ങളോട് ചേർന്നിട്ടാണ്. അവിടെ കുറച്ച് സ്ഥലങ്ങളിൽ വളരെ തണുപ്പുള്ള അല്ലെങ്കിൽ യൂറോപ്പിലേതുപോലെയുള്ള കാലാവസ്ഥയുള്ളതുകൊണ്ട് അവിടെയാണ് എല്ലാവരും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓസ്ട്രേലിയ തണുത്ത രാജ്യമാണെന്ന് കരുതുന്നതാണ്. നല്ല രീതിയിൽ ചൂടുണ്ടായിട്ടും നല്ല വികസനമുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗൾഫിലെ കുറേ അധികം രാജ്യങ്ങൾ മാത്രമാണെന്ന് നമുക്ക് തോന്നും. നമുക്കൊരു ഉപമ പറയാൻ എളുപ്പത്തിന് യൂറോപ്പിനെയും കേരളത്തെയും കമ്പയർ ചെയ്യാം. യൂറോപ്പ് വളരെ വികസിതമായിട്ട് കിടക്കാനും കേരളം ഇങ്ങനെ കിടക്കാനും കാലാവസ്ഥയുമായിട്ട് ഒരു ഘടകം അതിലുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. ചൂട് വേനൽക്കാലത്ത് കൂടുതലാണ്, അല്ലെങ്കിൽ മഴക്കാലത്ത് നല്ല രീതിയിൽ മഴ പെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നു, ഇടയ്ക്ക് പ്രളയമൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞാലും താരതമ്യേന വളരെ നല്ല അല്ലെങ്കിൽ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് നമ്മളുടേതെന്ന് പറയാം. നമുക്ക് കാലാവസ്ഥ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുപാട് ചൂട് വന്നാലും നമ്മൾ വിയർത്തൊഴുകി കഷ്ടപ്പെട്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അതിജീവിക്കുവാനായിട്ട് പ്രയാസമൊന്നുമില്ല. മഴക്കാലത്ത് എത്ര വെള്ളം വന്നാലും ഇനി പ്രളയം ഉണ്ടായാലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇത് ഒഴുകിപ്പോകും. നമ്മളതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ എങ്ങനെയാണ്? ഇവിടെ ഈ ഐസ് മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ പണി തന്നെയാണ്. നമുക്ക് ഈ മഞ്ഞ് പുതച്ച് കിടക്കുന്നതൊക്കെ വളരെ ഭംഗിയായിട്ട് തോന്നുമെങ്കിലും അവിടെയൊക്കെ വർഷത്തിൽ നല്ലൊരു ഭാഗവും മഞ്ഞിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വീടിന് മുൻപിലുള്ള ഈ മഞ്ഞ് കോരി നീക്കുക, ഇതുകൂടാതെ അവരുടെ മേൽക്കൂരയിൽ നിന്ന് ഐസ് നീക്കുക, ഇതൊക്കെ നല്ല പണി തന്നെയാണ്. നമുക്ക് മഴവെള്ളം മേൽക്കൂരയിൽ നിന്ന് ഒഴുകി പോകുമെങ്കിൽ അവർക്കിതൊക്കെ എടുത്തു മാറ്റേണ്ട ഒരു പണി തന്നെയാണ്. റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഒന്ന് റോഡിൽ തന്നെ വാഹനം തെന്നുമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഈ ഐസൊക്കെ നിരന്തരം റോഡിൽ നിന്ന് മാറ്റിക്കൊണ്ടുമാണ് ഇരിക്കുന്നത്. അവിടെ ഒരു വാഹനം പുറത്ത് കിടന്നിട്ട് അതിൻ്റെ ഐസും കാര്യങ്ങളും ഒക്കെ മാറ്റാതെ, ഐസ് മാറ്റാതെയാണ് ഇപ്പോൾ ഒരു കാർ അങ്ങനെ കൊണ്ടുപോകുന്നതെങ്കിൽ ഒന്ന് സഡൻ ബ്രേക്ക് ചെയ്താൽ ഈ വണ്ടിയുടെ മുകളിലുള്ള ഐസ് മുഴുവൻ ഇതിൻ്റെ മുൻഭാഗത്തേക്ക് അല്ലെങ്കിൽ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ വന്നു വീഴും. നമുക്കിവിടെ ചൂടുകാലത്ത് AC മേടിച്ച് വെക്കാം, അതൊരു ഓപ്ഷൻ മാത്രമാണെങ്കിൽ അവിടെ അവർക്ക് എയർ കണ്ടീഷനിങ് ഇല്ലാതെ ജീവിക്കാൻ പോലും സാധിക്കില്ല. അവരുടെ ജീവനെ തന്നെ അത് ബാധിക്കാമെന്നുള്ളതാണ്. അവിടുത്തെ മിക്ക വീടുകളിലും നമ്മളിവിടെ പാചകവാതകം കുറ്റിയിൽ മേടിച്ചുകൊണ്ട് വരുന്നു എന്ന് പറയുന്ന പോലെ അവിടെ നാച്ചുറൽ ഗ്യാസ് ഒക്കെ ബോയിലറുകളിൽ കത്തിച്ച് അങ്ങനെയാണ് അന്തരീക്ഷം ക്രമീകരിക്കുന്നത്. എന്നാൽ ഇതുമൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മലയാളികൾക്ക് എന്താണ് പ്രശ്നം? നമുക്ക് കാലാവസ്ഥ വളരെ ചുരുക്കം സന്ദർഭങ്ങളിലല്ലാതെ ഒരു പ്രതിയോഗിയായിട്ട് വരുന്നേയില്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പറഞ്ഞു വന്നത് എന്താണ്? നമ്മൾ പൊതുവെ മടിയന്മാരായിപ്പോയി. നമുക്ക് ബുദ്ധിമുട്ട് അറിയില്ല, കഷ്ടപ്പാട് എന്താണെന്ന് നമുക്ക് അറിയില്ല എന്ന് പറയാം, ഈ ഒരു കാലാവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്താൽ പോലും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം യൂറോപ്പിലുള്ളവരൊക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളോട് പടവെട്ടിയും അല്ലെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുമൊക്കെ ജീവിക്കുന്നതുകൊണ്ട്, ബുദ്ധിമുട്ടി ജീവിക്കുന്നത് കൊണ്ട് അവർ ജീവിതത്തിലും കുറേ അധികം അടുക്കും ചിട്ടയും അല്ലെങ്കിൽ എങ്ങനെയും അതിജീവിക്കണം എന്നുള്ളൊരു വാശിയും ഒക്കെ അവർക്ക് വന്ന് അതുമൊക്കെ അവരുടെ വിജയത്തെ അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ വികസിതമാകുവാൻ കാരണമായിട്ടുണ്ടാകാം. എന്നാൽ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ലാത്തത് കൊണ്ട് വെറുതെ കാലം നീട്ടിയിരുന്ന് എല്ലാവരെയും കുറ്റം പറയുക, എല്ലാവരെയും വിമർശിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് മലയാളികൾ മാറിയതായിരിക്കും. ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ മുഴുവൻ ചരിത്രം എടുക്കുന്നത് പോലെയല്ല, കേരളത്തിൻ്റെ മാത്രം ചരിത്രം നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ചരിത്രത്തിലും നമ്മൾ വലിയ കെടുതികളൊന്നും ഏറ്റുവാങ്ങിയിട്ടില്ല. ഒരു കാലത്ത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ചരിത്രത്തിൽ നമുക്ക് വലിയ ദുരന്തങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് നാട്ടുരാജാക്കന്മാർ തന്നെയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ യൂറോപ്പിൻ്റെയൊക്കെ ചരിത്രം എടുത്തു നോക്കുക. 1ഉം 2ഉം ലോകമഹായുദ്ധത്തിൽ നിന്ന് അവർ നേരിട്ടതുപോലെയുള്ള യാതനകളോ കഷ്ടപ്പാടുകളോ ഒന്നും ലോകത്ത് വേറൊരു ജനസമൂഹവും നേരിട്ടിട്ടില്ല. ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നോക്കിയാൽ അത് ഭൂരിഭാഗവും യൂറോപ്പിലാണ്. അതായത് അവരൊരു കാലത്ത് ഇന്ന് ഭാരതത്തിൽ കൂടി വരുന്നത് പോലെ വംശത്തിലും ജാതിയിലും മതത്തിലും നിറത്തിലും പണത്തിലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വിവേചനം കാണിച്ചുകൊണ്ട് പരസ്പരം പോരടിച്ച്
മടുത്തവരാണെന്ന് പറയാം. 1-2 ലോകമഹായുദ്ധത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ ചിന്തിച്ചു പോയാൽ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ ഒടുവിൽ അവർ പാഠം പഠിച്ചു. ഇതിലൊന്നും ഒരു കഥയുമില്ല. ഒരു കാലത്ത് പരസ്പരം പോരടിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ അതിർത്തികൾ കണ്ടാലും നമ്മൾ ഞെട്ടിപ്പോകും. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അപ്പുറേ സ്വിറ്റ്സർലൻഡ് ആണെങ്കിൽ ഇപ്പുറേ ജർമ്മനി ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ അതിർത്തികൾ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെയും കിടക്കുന്നത്. അവർക്ക് മനസ്സിലായി അതിര് കടന്ന ദേശീയത പ്രശ്നമാണ്, അല്ലെങ്കിൽ മതം പ്രശ്നമാണ്. ഇതിനെല്ലാം ഉപരി മനുഷ്യനെ പോലെ ചിന്തിക്കാനായിട്ട് അവർ തുടങ്ങി. അങ്ങനെ അവർ ഇന്ന് ഏറ്റവും മാതൃകയാക്കാവുന്ന ഏറ്റവും വികസിതമായ ജനസമൂഹമായിട്ട് മാറി എന്ന് പറയാം. അപ്പോൾ അവരന്ന് അടികൊണ്ട് നന്നായി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങൾ, വലിയ യുദ്ധങ്ങളോ വലിയ ലഹളകളോ ഇതൊന്നും കേരളം അഭിമുഖീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ ആളുകളിലൂടെ പലതും പറഞ്ഞ് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ പരസ്പരം ചെളിവാരി എറിയുന്നതുമൊക്കെ. യൂറോപ്പിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ എല്ലാ വിവേചനങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യർ ഒന്ന് ചേർന്ന് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ മലയാളികളുടെ ഇന്നത്തെ പോക്ക് അങ്ങനെയാണോ? ഒരിക്കലും തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ ഇതെല്ലാം കമൻറ്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.